ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് മച്ചാൻ വരെ നമ്മൾ പവറായിട്ട് ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒരു മനുഷ്യന് ഏറ്റവും അതായത് നമ്മുടെ ജീവിതത്തിൽ ആദ്യം വേണ്ടൊരു സാധനമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നമ്മളൊരാളോട് വർത്തമാനം പറയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ. ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ വളർന്നാലേ നമുക്ക് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ പുറത്തുള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവും, അവർക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ നമുക്കതുണ്ടാവില്ല. അപ്പം നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇവന് മാത്രം അല്ലെങ്കിൽ ഇവർക്ക് മാത്രം ഇത്ര ഫ്രണ്ട്സ് കൂടുതലുണ്ടാകുന്നതെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ അത്രയ്ക്ക് അട്രാക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് അത്രയും ഫ്രണ്ട്സ് ഉണ്ടാകാൻ കാരണം. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട കേസ്, നമുക്കും ഇതേപോലെയൊക്കെ പറ്റും. അതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നൊരു ബുക്കൊക്കെ ഉണ്ട്. ആ ബുക്കിൻ്റെ പേര് ഹൗ ടു ടോക്ക് എനി വൺ ബൈ ലേൽ ലോണ്ടിസ്. അപ്പോൾ ഈ ഒരു ബുക്കിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ ഒരാളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റില്ല, എങ്ങനെ ഒരാളെ അട്രാക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നമ്മുടെ കയ്യിലെടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാൻ മച്ചാന്മാരെ. അധികം ലെങ്ത്തൊന്നുള്ള വീഡിയോ ഒന്നുമല്ല. നിങ്ങൾക്ക് കുറച്ച് നേരം നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് സമയം ഇതിനു വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷേ ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ നമ്മൾ അധികം തന്നെ ലാഗ് നിർപ്പിക്കുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, എല്ലാവിധ പൂജാകർമ്മങ്ങളും ചെയ്തേക്കുക. നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവുകയാണ് മച്ചാന്മാരെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഫ്ലഡിങ് സ്മൈൽ. അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരാളോട് വർത്തമാനം പറയുന്നു. നമ്മളെ ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുക. എന്ന് വെച്ച് ഫുൾ ടൈം അവരെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കരുത്. അത് അവർക്ക് ഒരു ഇതാവും. അങ്ങനെ ചെയ്യരുത്. ഇടയ്ക്ക് ചെറിയൊരു സ്മൈലോടുകൂടെ നല്ല ഒരു എൻജോയ്മെൻറ്റോടുകൂടെ നിങ്ങളുടെ ആ കമ്മ്യൂണിക്കേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുക. എന്നാലേ നമ്മുടെ അപ്പുറത്തുള്ള ആൾക്ക്, നമുക്ക് പരിചയമില്ലാത്ത ഒരാളായിരിക്കാം അല്ലെങ്കിൽ പരിചയമുള്ള ആളായിരിക്കാം, ആര് തന്നെ ആയിക്കോട്ടെ, അവർക്ക് നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസാണ്, എന്നോട് വർത്തമാനം പറയാൻ ഇയാൾക്ക് അല്ലെങ്കിൽ ഇവൾക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ കുറച്ച് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നോട് വർത്തമാനം പറയാനൊക്കെ തോന്നി അവർക്ക് വർത്തമാനം പറയാനും ഒരു ഇതായിരിക്കും. അപ്പം മാക്സിമം നിങ്ങളുടെ സ്മൈല് നിങ്ങളുടെ മുഖത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. മാക്സിമം എത്ര വിഷമങ്ങളുണ്ടെങ്കിലും ചെറുതായിട്ടൊന്ന് സ്മൈൽ ചെയ്ത് അവരെ കയ്യിലെടുക്കാൻ നോക്കുക. വർത്തമാനം പറഞ്ഞ് കയ്യിലെടുക്കാൻ നോക്കുക. നിങ്ങളുടെ സ്മൈല് കണ്ടാൽ തന്നെ അവർ വീഴും. അപ്പോൾ മാക്സിമം സ്മൈൽ ചെയ്തുകൊണ്ട് ഒരാളെ ഫേസ് ചെയ്യുക. അപ്പം മച്ചാന്മാരെ, അധികം പറഞ്ഞാൽ ലാഗ് ഒന്നും എടുപ്പിക്കുന്നില്ല. നമ്മുടെ രണ്ടാമത്തെ കാര്യത്തിലൂടെ നമുക്ക് ഡയറക്റ്റ് പോവാം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദി സ്റ്റിക്കി ഐസ്. സ്റ്റിക്കി ഐസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ, അതായത് കഴിഞ്ഞിടയ്ക്ക് ഇട്ട വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ കോണ്ടാക്റ്റ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിലും ഐ കോണ്ടാക്റ്റ് ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഒരാൾ വർത്തമാനം പറയുമ്പോൾ അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക, അല്ലെങ്കിൽ വേറെ ആൾക്കാരെന്താ ചെയ്യുന്നത് അങ്ങനെയൊന്നും നോക്കാതിരിക്കുക. എന്ന് വെച്ച് എപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളുടെ നേരെ തുറിച്ചൊന്നും നോക്കിക്കൊണ്ടിരിക്കരുത്. എപ്പോഴെങ്കിലും, അതായത് ചെറുതായിട്ട് നിങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത് ചിലപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട്, അതായത് അപ്പുറത്തോട്ടൊന്നൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് നമ്മളും അവരും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഐ കോണ്ടാക്റ്റ് മസ്റ്റാണ് ഗൈസ്. ഐ കോണ്ടാക്റ്റും നമ്മുടെ സ്മൈലും മസ്റ്റാണ്. ഇത് രണ്ടും നിങ്ങൾ കറക്റ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ എളുപ്പത്തിൽ കയ്യിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അദ്ദേഹം പറഞ്ഞ് ലാഗ് നിർപ്പിക്കുന്നില്ല. വീണ്ടും നമ്മൾ മൂന്നാമത്തെ കാര്യത്തിലോട്ട് പോവുകയാണ്. മൂന്നാമത്തെ കാര്യം വേറെ ഒന്നുമല്ല, ഹലോ ഓൾഡ് ഫ്രണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പരിചയമില്ലാത്ത ഒരാളെ കാണുവാണെങ്കിൽ അത് നിങ്ങളുടെ പഴയൊരു കൂട്ടുകാരാണ്, നമ്മുടെ ഒരു ചങ്കാണ് എന്ന് വിചാരിച്ച് വർത്തമാനം പറയുക. അപ്പോൾ നിങ്ങളും അവരും തമ്മിലുള്ളൊരു ഡിസ്റ്റൻസ് കുറഞ്ഞു കിട്ടും. ചിലപ്പോൾ അവർക്ക് നിങ്ങളോട് സംസാരിക്കാനൊരു ഇതുണ്ടാവും, ചിലപ്പോൾ നമുക്കായിരിക്കും അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ പഴയ ഫ്രണ്ടാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോയി കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുക അവരുടെ അടുത്ത്. അപ്പോൾ അവർക്ക് നമ്മളോട് വർത്തമാനം പറയാൻ കുറച്ചൊരു ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളോട് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നാലാമത്തെ കാര്യത്തിലോട്ട് പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് യുവർ ഫിഡ്ജറ്റിങ്. അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളോട് വർത്തമാനം പറയുമ്പോൾ നമ്മൾ കുറേ കോപ്രായങ്ങൾ കാണിക്കും. അതായത് നമ്മുടെ കൈ അവിടെ കൊണ്ടുപോവുക ഇവിടെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ നമ്മളൊരു ഭയങ്കര നമുക്കൊരു വിഭ്രാന്തി ആയിരിക്കും ആ സമയത്തൊക്കെ. നമ്മളിപ്പോൾ പരിചയമില്ലാത്ത ആളെ കാണുമ്പോൾ പരിചയമുള്ള ആളെ കാണുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അവർക്ക് നമ്മളുമായിട്ടൊരു ഇതുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. നമ്മൾ സ്റ്റഡി, അതായത് ഒരു പൊസിഷനിൽ തന്നെ നിന്നിട്ട് അവരെ ഫേസ് ചെയ്ത് അവരുമായിട്ടൊരു ഐ കോണ്ടാക്റ്റ് ഇട്ട് നമ്മൾ സ്മൈലൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഒരു പഴയൊരു കൂട്ടുകാരൻ, നമ്മൾ കുറേ ദിവസമായിട്ട് കാണാത്തൊരു കൂട്ടുകാരനെയോ അല്ലെങ്കിൽ കൂട്ടുകാരെയോ കണ്ട പോലെ മാക്സിമം അവർക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുക. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ അവർക്കൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവും അവരുടെ ഹൃദയത്തിൽ. ഇയാൾ എന്നോട് നല്ലപോലെ വർത്തമാനം പറയുന്നുണ്ട്, അല്ലെങ്കിൽ എന്നോട് വർത്തമാനം പറയാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ മാക്സിമം ഇങ്ങോട്ട് ഓപ്പൺ മൈൻഡായിട്ട് തന്നെ നമ്മളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഗൈസ് നമ്മുടെ ലിമിറ്റ് യുവർ ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാര്യത്തിൽ നിന്ന് വിട്ടുപോയി. കാര്യം വേറൊന്നുമല്ല, മാക്സിമം നമ്മളിങ്ങനെ ഒരു പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ മാക്സിമം അവരുമായിട്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നോക്കുക. അല്ല അപ്പുറത്ത് തിരിഞ്ഞ് നോക്കുക, ഇപ്പുറത്ത് തിരിഞ്ഞ് നോക്കുക, അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാളുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് നല്ല ഇതോടുകൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യത്തിലോട്ട് പോവുകയാണ്. നെവർ ദി നേക്കഡ് സിറ്റി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊന്നും തെറ്റിദ്ധരിക്കരുത്, വേറൊന്നുമല്ല. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഒറ്റ വാക്കിൽ നമ്മൾ ആൻസർ പറയാതിരിക്കാം. അതായത് ഉദാഹരണമായിട്ട് ഇപ്പോൾ എന്നോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്, അപ്പോൾ നമ്മൾ പൊതുവേ പറയും അഗളി. അങ്ങനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക, അങ്ങനെ പറയാതിരിക്കുക. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് അഗളിയാണ്, അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ ഇമ്പ്രസ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് അവരോട് പറയുക. അപ്പോൾ അവർക്കത് കേൾക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എന്നോട് ചോദിച്ചു താങ്കൾ എവിടെയാണ് പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അഗളി സ്കൂളാണ് പഠിക്കുന്നത്, അഗളി സ്കൂൾ വളരെ നല്ലൊരു സ്കൂളാണ് എന്നൊക്കെ മാക്സിമം നമുക്ക് തള്ളിവിടാം ഗൈസ്, തള്ളിവിടാം. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കൂടെ നമുക്ക് തള്ളിവിടാം. അങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കേൾക്കുന്ന ആൾക്ക് കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവും. അയാൾ നല്ല റെസ്പോൺസിബിലിറ്റിയോട് കൂടിയാണ് എന്നോട് വർത്തമാനം പറയുന്നത്, അല്ലെ ഇയാൾക്ക് വർത്തമാനം പറയാൻ അറിയാം, എങ്ങനെ ഒരാളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിയാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ മാക്സിമം നമ്മുടെ നല്ല കട്ട ചങ്കുകളാകും. പിന്നെ അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് നല്ല അടിപൊളിയായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന മച്ചാന്മാരെ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു തന്നെ ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടനൊക്കെ അടിച്ച് പൊട്ടിച്ചേക്കാം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെച്ചേക്കാം. നമ്മൾ ഇനി ഇതേപോലത്തെ അടിപൊളി കണ്ടൻറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ എപ്പോഴും കാണുന്ന പകുതി പേര് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ? നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നല്ല അടിപൊളിയാണ്. ലൈക്കിനേക്കാളും കൂടുതൽ കമൻറ്റുകളായിരുന്നു, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കമൻറ്റ് ചെയ്യുക, കാരണം നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ വീഡിയോനെ ഒബ്സർവ് ചെയ്യുന്നതെന്ന് എനിക്ക് നിങ്ങളുടെ കമൻറ്റുകളിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. മാക്സിമം കമൻറ്റ് ചെയ്യുക. അതിപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് കമൻറ്റ് ആയിക്കോട്ടെ, പോസിറ്റീവ് കമൻറ്റ് ആയിക്കോട്ടെ, ഒന്നിനും ഇതാക്കാറില്ല. നെഗറ്റീവ് കമൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനത് സ്വീകരിക്കാറുള്ളൂ. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളാണ് പറയേണ്ടത്, അപ്പോൾ നിങ്ങളുടെ ഒരിതാണ് എനിക്ക് നോക്കേണ്ടത്. അപ്പോൾ മാക്സിമം കമൻറ്റൊക്കെ ചെയ്യുക, മാക്സിമം കൂട്ടുകാരിലോട്ടൊക്കെ ഷെയർ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് പവർഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. നമ്മൾ റോസ്റ്റിംഗ് ഒന്നും വിട്ടില്ല, റോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും ഒരു എന്താ പറയുക, ഇനി ഓണമൊക്കെ വരുവാണ്. അപ്പോൾ അടിപൊളി ഒരു ഓണമൊക്കെ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യദിനമൊക്കെ വരുവാണ്. അപ്പോൾ എല്ലാവരും നല്ല അടിച്ചുപൊളിയായിട്ട് എല്ലാം ആഘോഷിക്കാം. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ, ലവ് യു ആൾ ഗൈസ്.